എന്തിനാണ് ബദർ യുദ്ധം ഉണ്ടാകൽ? സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, ഈ ഒരു ബദർ യുദ്ധം ഉണ്ടാകാനുള്ള കാരണം വെറുതെ അങ്ങോട്ട് ആദ്യം പോയിട്ട് യുദ്ധം ചെയ്യുകയല്ല. മുത്തുനബി തങ്ങളോട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നബി തങ്ങൾ ആദ്യമായിട്ട് സ്വന്തം കുടുംബങ്ങളെ വിളിച്ചുകൊണ്ട് പ്രബോധനം നടത്തുകയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബിയെ, അങ്ങയുടെ അടുത്ത കുടുംബത്തിൽപ്പെട്ട ആളുകളെ, കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, നരകത്തെ കുറിച്ച് ഭയപ്പെടുത്തി അറിയിക്കണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫാ എന്ന് പറഞ്ഞ ഒരു മലയുണ്ട് മക്കയുടെ കഅബയുടെ അടുത്ത്. സഫാ എന്ന് പറഞ്ഞ മലയുടെ മുകളിൽ കയറി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കുടുംബക്കാരെയും വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, യാ മഅശറ ഖുറൈശി സമൂഹമേ, അറഅയ്തും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ, തീർച്ചയായിട്ടും ഒരു കുതിരപ്പട്ടാളം യസ്ഫി ഹാദൽ ജബൽ, ഈ മലയുടെ പിന്നിലൂടെ വരുന്നു എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ, അകുന്തും തുസദ്ദിഖൂനി, നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ? ആ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമോ? ഉടനെ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു, ഫാറൂഖ്നാം, അതെ മുഹമ്മദേ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണ്. അന്ത ഇൻദനാ ഗൈറ മുത്തഹമിൻ ബിൽ കദിബ് വമാ ജറൈനാ അലൈക കദിബൻ ഖത്തു, ഒരിക്കലും ഇതുവരെ നിങ്ങൾ കളവ് പറയാത്ത ആളാണ്, വിശ്വസ്തരാണ്. അതുകൊണ്ട് അതാ ഞങ്ങൾ എന്തും വിശ്വസിക്കും നിങ്ങൾ പറഞ്ഞാൽ. ആ സമയത്ത് നബി തങ്ങൾ അതാ അവരോട് പറയുകയാണ്, ഫൈന്നീ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, വലിയതാവുന്ന ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട്. എന്നെ കൊണ്ട് വിശ്വസിക്കണം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ വലിയതാകുന്ന നരകശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട്. എന്നിട്ട് നബി തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഓരോ ആളുകളെയും വിളിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെയും അബ്ദുൽ മനാഫിന്റെയും മക്കളെ വിളിച്ചുകൊണ്ട് ഈ വിവരം പറയുന്നു. ഇന്നല്ലാഹ അമറനീ അൻ അൻദിർ അശീറതകൽ അഖ്റബീൻ, കുടുംബക്കാരോട് ദീനിന്റെ കാര്യങ്ങൾ പറയാൻ അതാ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോൾ അബൂലഹബ് ചാടിക്കൊണ്ട് പറയുന്നു, തബ്ബൻ ലക യാ മുഹമ്മദ്, തബ്ബൻ ലക സായിറൽ യൗം അലിഹാദാ ജമഅതനാ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? മുഹമ്മദേ, നിനക്ക് നാശം എന്ന് സ്വന്തം എളാപ്പ അബൂലഹബ് അങ്ങോട്ട് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ടായി, മുത്തുനബി തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമുണ്ടായി. എന്നെ സംരക്ഷിക്കേണ്ട, എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ട എന്റെ സ്വന്തം എളാപ്പ, ആ എളാപ്പ എന്നെ ചീത്ത പറഞ്ഞല്ലോ. നബി തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായപ്പോൾ വിശുദ്ധമാവുന്ന ഖുർആൻ അല്ലാഹു തആല ആയത്തിറക്കുന്നു എന്ന് അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതു ഹമ്മാലതൽ ഹതബ് ഫീ ജീദിഹാ ഹബിലുൻ മിൻ മസദ്. ഖുർആനിലെ ഓരോ സൂറത്തുകളും ഓരോരുടെ സന്ദർഭം അനുസരിച്ച് ഇറങ്ങിയതാണ്. അബൂലഹബ് നബി തങ്ങളെ ആക്ഷേപിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സങ്കടമായി. ആ സങ്കടം വന്നപ്പോൾ നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ സൂറത്താണ്, അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കപ്പെട്ട സൂറത്താണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അതിന്റെ പേരാണ് മസദ്. ആ അബൂലഹബിന്റെ
അബൂലഹബിന്റെ ഭാര്യയും നബിയെ ദ്രോഹിക്കുന്ന ആളായിരുന്നു. നബി തങ്ങൾ അതാ നടന്നു പോകുന്ന വഴിയിൽ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ നബിയുടെ സ്വന്തം എളാമ അതാ നബിയെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഉള്ളിന്റെ കെട്ടുകൾ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അങ്ങനത്തെ പെണ്ണായിരുന്നു. ആ നബിയെ ആക്ഷേപിച്ച ആ അബൂലഹബിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അവനും അവന്റെ ഭാര്യയും അതാ നരകത്തിലേക്ക് ചെന്നെത്തും. അവർക്ക് നരകമാണ്. എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ആ അബൂലഹബ് നബിയെ ആക്ഷേപിച്ച കാരണം കൊണ്ട് അവസാനം സ്വന്തം കുടുംബങ്ങൾ പോലും അബൂലഹബിനെ വെറുക്കുകയാണ്. അബൂലഹബിന് വലിയതാവുന്ന രോഗം വരികയാണ്. ശരീരത്തിൽ ആകമാനം മുറികൾ വരികയാണ്. അങ്ങനെ കുടുംബക്കാരൊക്കെ അബൂലഹബിനെ ഒഴിവാക്കി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവസാനം അബൂലഹബിന്റെ ശരീരത്തിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയും മക്കളും എറിഞ്ഞു കൊല്ലുകയാണ്. അങ്ങനെയാണ് അവസാനം അബൂലഹബ് നശിച്ചതെങ്കിൽ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീല്, ആ ഉമ്മു ജമീല് ഇങ്ങനെ വിറകിന്റെ കെട്ടുകൾ ചുവന്ന് കൊണ്ടുപോകുന്ന പെണ്ണാണ്. ആ പെണ്ണ് അതാ നടന്നു പോകുമ്പോൾ ഒരു മരക്ക് ഇങ്ങനെ പിടിച്ച് പിന്നിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ആ പെണ്ണും മരണപ്പെട്ടു. അതേപോലെ തന്നെ അബൂലഹബിന്റെ ചില മക്കളെ അതാ സിംഹം പിടിച്ചു കൊണ്ടുപോയി. സിംഹം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മുത്തുനബിയെ കളിയാക്കിയവർക്ക് അല്ലാഹു തആല ശിക്ഷയായി കൊടുത്തിട്ടുണ്ട്. അവർക്ക് സമാധാനത്തിന് വേണ്ടി നബി തങ്ങൾ ആക്ഷേപിച്ച അബൂലഹബിനെ എതിരായി കൊണ്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ മസദ്. ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകളൊക്കെ നബിയെ വല്ലാതെ പരിഹസിച്ചു. നബിയെ പ്രാന്തനാണെന്ന് പറഞ്ഞു, പാട്ടുകാരനാണെന്ന് പറഞ്ഞു. ഭ്രാന്തനായ മുഹമ്മദിന് വേണ്ടി ഒരിക്കലും ഞങ്ങളുടെ മുൻഗാമികൾ ആരാധിച്ച ആരാധ്യ വസ്തുക്കൾ ഒഴിവാക്കൂല. അവർ ആരാധിച്ച വസ്തുക്കള് ലാത്ത, ഉസ്സ, മനാത്ത പോലത്തെ ബിംബങ്ങളുണ്ടായിരുന്നു. ഈ ബിംബങ്ങളെ ഞങ്ങൾ ഒരിക്കലും ഒഴിവാക്കൂല. അത് നമ്മുടെ ആരാധ്യ വസ്തുക്കളാണ്. എങ്കിലും മുത്തനബി തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധനം തുടരുകയാണ്. എത്രത്തോളം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇസ്ലാം വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ നബിയെ ആക്രമിക്കാനും ദ്രോഹിക്കാനും ശത്രുക്കൾ അതാ തയ്യാറാകുന്നു. മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അതാ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല മുത്തനബിയുടെ ശരീരത്തിൽ ഇടുകയാണ്. ദുർഗന്ധം വമിക്കുന്ന കുടൽമാല മുത്തനബിയുടെ ശരീരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ വലിച്ചെറിഞ്ഞ വ്യക്തിയാലാണ് ഉഖബത്തുൽ അബീ മുഅയ്യിദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവാണ്. അബൂജഹൽ പറയുന്നു, മുഹമ്മദ് നിസ്കരിക്കുന്ന സമയത്ത് കുടൽമാല നീ കൊണ്ടുപോയി വെക്കണം. അങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറുന്ന കുടൽമാല കൊണ്ടുപോയി ഇടുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് തല ഉയർത്താൻ കഴിയുന്നില്ല. ആ സമയത്ത് ഒരുപാട് സ്വഹാബികൾ ഇത് കാണുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഇങ്ങനെ നബിയുടെ മേൽ കുടൽമാല ഇടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാതെ സങ്കടമുണ്ടായി. എനിക്ക് എന്തെങ്കിലും സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് തടയാൻ വല്ല കഴിവുമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കുടൽമാല എടുത്ത് മാറ്റുമായിരുന്നു. പക്ഷേ എന്നെ ശത്രുക്കൾ ആക്രമിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. ഖുർആൻ ധാരാളമായി ഓതി നല്ല ശബ്ദമുള്ള ആളായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ, കഅബയുടെ പരിസരത്ത് ഖുർആൻ ഓതുമ്പോൾ
അബൂജഹൽ വന്നിട്ട് ആക്രമിച്ച കഥ ഇബ്നു മസ്ഊദിന് അറിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൽ ധൈര്യം കാണിച്ചില്ല. അവസാനം ആ കുടൽമാല എടുത്തു മാറ്റാൻ വരുന്നതാരാണ്? ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യാര മകളാണ്. നേരെ ഇബ്നു മസ്ഊദ് ഫാത്തിമ ബിവിയോട് ചെന്നുകൊണ്ട് പറയുന്നു, മോളെ ഫാത്തിമ, ഉപ്പംസ്കരിക്കുന്ന സമയത്ത് ശത്രുക്കൾ ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിൽ വെച്ചിട്ടുണ്ട്. നേരെ ഫാത്തിമ ബീവി ഓടി ചെല്ലുകയാണ്. ചെറിയ പെൺകുട്ടിയാണ് ഫാത്തിമ ബീവി. ശത്രുക്കളുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് ശത്രുക്കൾ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും ചാടുകയാണ്, അട്ടഹസിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് ആ ഒരു കുടൽമാല എടുത്തുകൊണ്ട് മാറ്റുകയാണ്. എന്നിട്ടോ മുത്തനബി തങ്ങൾ ആ ഒരു നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ഈ ശത്രുക്കൾക്കെതിരെ കേടായി കൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അലൈക ബി അബൂജഹൽ, പടച്ചവനെ അബൂജഹലിനെ തുടിക്കണം. ഈ ഒരു നിസ്കാരം തടഞ്ഞുകൊണ്ട് എന്നെ ആക്രമിക്കുന്ന അബൂജഹലിനെ നീ പിടിക്കണം. അല്ലാഹുമ്മ അലൈക ബി ഉത്ബത്ത് ബിൻ റബിയ, അല്ലാഹുമ്മ അലൈക ബി ശൈബ. ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് മുത്തനബി തങ്ങൾ അതാ ഈ ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യുമ്പോൾ ആ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കസ്സബ വതവല്ലാ അലം യഅലം ബിഅന്ന അല്ലാഹ യറാ. സൂറത്ത് യഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അതിലാണ് ആയത്തുള്ളത്. അതിലാണ് അല്ലാഹു തആല ഈ സംഭവം പറയുന്നത്. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ, നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അടിമയാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടഞ്ഞ നീചനായ ഉഖ്ബത്ത് ബിൻ അബീ മുഅയ്ത്, അവനെ കുറിച്ച് നബിയെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവനെ കുറിച്ച് അവൻ ആരാണെന്ന് അറിയുമോ? അറഅയ്ത ഇൻ കാന അൽ ഹുദാ ഔ അമറ ബിത്തഖ്വ, ആ മുഹമ്മദ് നബി തങ്ങളാകുന്ന പ്രവാചകൻ, ആ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്മാർഗത്തിന്റെ മേലായ കാരണം കൊണ്ടാണോ, തഖ്വ കൊണ്ട് കൽപ്പിച്ചത് കൊണ്ടാണോ ഈ നീചമായ പ്രവർത്തനം ശത്രുക്കൾ ചെയ്തത്? അറഅയ്ത ഇൻ കദ്ദബ വതവല്ലാ അലം യഅലം ബിഅന്ന അല്ലാഹ യറാ. അതല്ല, ഈ ശത്രുക്കളെ അവൻ കളവ് പറയുന്നവനും കളവാക്കുന്നവനും അതേപോലെ തന്നെ പിന്തിരിഞ്ഞ് സത്യത്തിനെതിരെ പിന്തിരിഞ്ഞു പോയ കാരണം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ ഇവർ ചെയ്യുന്ന മോശമായ പ്രവർത്തനം അതാ അല്ലാഹു തീർച്ചയായിട്ടും അറിയും. കല്ലാ ലഇൻ ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. ഈ നീചമായ പ്രവർത്തനം, ഈ വർഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ കല്ലാ ലഇൻ ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, തെറ്റ് ചെയ്യുന്ന ശരീരം ഉൾപ്പെടുന്ന മൂർത്താവ്, അതേപോലെ തന്നെ കളവ് പറയുന്ന ശരീരമുള്ള മൂർത്താവാകുന്ന ആ ശരീരത്തെ മൊത്തം പിടിച്ചുകൊണ്ട് അവന് വേണ്ട ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് ഒരിക്കലും വിഷമിക്കണ്ട, ആ ഒരു ശത്രുക്കളെ അംഗീകരിക്കണ്ട. സുജൂദ് ചെയ്ത് നമസ്കാരം നടത്തി സുജൂദ് ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കണം എന്നുള്ള വിശുദ്ധമാവുന്ന ഖുർആൻ ഇറങ്ങി. ഈ ഒരു മോശമായ പ്രവർത്തനം ചെയ്തപ്പോ ഈ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. വിശുദ്ധമാവുന്ന ഖുർആനിലെ സഹോദരിമാരെ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ 14 സ്ഥലങ്ങളിൽ നിന്ന് സുജൂദിന്റെ ആയത്ത് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മുസഹഫ് അവിടെ വെച്ചിട്ട് സുജൂദ് ചെയ്യുക. അല്ലാഹു തആലക്ക് വേണ്ടി ഓത്തിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യുക. അത് അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ഒന്നാണ്. നോക്കൂ നിങ്ങൾ, നബി തങ്ങൾക്കുണ്ടായ പ്രയാസമായ ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിൽ എടുത്തു വെച്ചപ്പോൾ ആ ഒരു
പ്രയാസം അനുഭവിച്ച സമയത്ത് അത് മാറ്റാനുണ്ടായത് ഫാത്തിമ ബീവിയാണ്. ഇവർക്കെതിരെ വിശുദ്ധമാവുന്ന ഖുർആൻ അല്ലാഹു തആല ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറക്കി. ഇതൊക്കെ ഉണ്ടായ സമയത്ത് പടച്ചോൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബിയെ വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. മുമ്പത്തെ ആളുകൾ അങ്ങയുടെ മുൻഗാമികളാകുന്ന സാധാരണ മനക്കരുത്തുള്ള പ്രവാചകന്മാർ, ഇബ്രാഹിം നബി, മൂസാ നബി, അങ്ങനെയുള്ള പ്രവാചകന്മാർക്ക് അതാ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനക്കരുത്തുള്ള പ്രവാചകന്മാർ ഇബ്രാഹിം നബി, മൂസാ നബി, നൂഹ് നബി, അങ്ങനെയുള്ള പ്രവാചകന്മാർ നിങ്ങൾ ആ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ അങ്ങ് ക്ഷമിക്കണം. ക്ഷമയ്ക്ക് വലിയ പ്രതിഫലമുണ്ടാകും. അങ്ങനെ സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, പിന്നെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഭീഷണികൾ വരികയാണ്. സ്വന്തം നാട്ടിലും വീട്ടിലും ജീവിക്കാൻ പ്രയാസമാണ്. നാട്ടിലും ഒക്കെ ജീവിക്കാൻ പ്രയാസമായപ്പോൾ അല്ലാഹുവിന്റെ സമ്മതം വരുന്നു. ഇങ്ങനെ കടിച്ചു കീറുന്ന ഒരു പേപ്പട്ടി, ഒരു നായ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ നായനെ കൊല്ലാതെ വിട്ടാൽ അപകടമുണ്ടാകും. അതേപോലെ ശത്രുക്കൾ ഇങ്ങനെ ആക്രമണത്തിന് വേണ്ടി മുതിരുകയും അക്രമങ്ങൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്താൽ ഈ രൂപത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുക. അപ്പൊ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി, ഇവരെ തടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ആയത്ത് പോയാണ് ഉദിനല്ലദീന യുഖാതിലൂൻ ബിഅന്നഹും മുലിമൂൻ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് അവരെ ആക്രമിക്കപ്പെട്ട കാരണം കൊണ്ട് അല്ലാഹുവിന്റെ പ്രത്യേക സമ്മതം കൊണ്ട് യുദ്ധം ചെയ്യാൻ. الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله. അല്ലാഹുവിന്റെ റബ്ബ് എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണല്ലോ അവനെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പുറത്താക്കിയത്. അതുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള സമ്മതമുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അകപ്പെട്ട ഈ സമൂഹത്തെ രക്ഷപ്പെട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ പ്രത്യേകമാകുന്ന സമ്മതം വരുമ്പോൾ, അങ്ങനെയാണ് എന്റെ സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് യുദ്ധം ചെയ്യാൻ. എന്നാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിലുള്ള യുദ്ധമല്ല. ആധുനിക കാലഘട്ടം നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. നിസ്സാരമായ പ്രശ്നത്തിന് വേണ്ടി മുസ്ലിമീങ്ങളെയും മനുഷ്യരെയും കൊന്നൊടുക്കുന്ന ഒരു പ്രവണതയാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ആളുകളെ കൊല്ലുകയാണ്. നോക്കൂ നിങ്ങൾ, അമേരിക്കയും ലോകത്തെ ഓരോരോ സഖ്യകക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്ന കിരാതമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നത്. ഇറാഖിലും അതേപോലെ സിറിയയിലും ഒക്കെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് മനുഷ്യന്മാരെ കൊല്ലുകയാണ്. അങ്ങനെ കൊല്ലാൻ ഒരിക്കലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ, ലോകത്ത് ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ലോകത്തുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് പിന്നെ ഒരുപാട് മനുഷ്യരെ ഇവിടെ കൊന്നൊടുക്കുകയുണ്ടായി. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് 5,48,00,000 ആളുകളാണ് കൊല്ലപ്പെട്ടത്. 40 ലക്ഷം കോടി ഡോളർ ലോകത്ത് നഷ്ടമായി. 1,30 ലക്ഷം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിരോഷിമയിലും നാഗസാക്കി, അഥവാ ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കിയിൽ അവിടെ സഖ്യകക്ഷികൾ ബോംബിട്ടുകൊണ്ട് അതിന്റെ വിപത്ത്, ആ മഹാവിപത്തിന്റെ തിക്തഫലം ഇന്നും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ആ ഒരു ബോംബിട്ട കാരണം കൊണ്ട് ഇന്നും പിറന്നു വീഴുന്ന കുട്ടികൾക്ക് കണ്ണില്ലാതെ, കാഴ്ചയില്ലാതെ, കാലില്ലാതെ, ആരോഗ്യമില്ലാതെ ആ കുട്ടികൾ ജനിച്ചു വീഴാണ്. അത്രമാത്രം ദുഷ്ടൂലമായ
കിരാതമായ ദയയില്ലാത്ത പ്രവർത്തനങ്ങളാണ് ലോകത്ത് നടത്തിയെങ്കിൽ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നിമിത്തങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്തത്. ഇസ്ലാമിൽ ആകെ 74 യുദ്ധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് പിന്നെ 8 യുദ്ധങ്ങൾ മാത്രമാണ് നടന്നത്. നിമിത്തങ്ങളുടെ കാലഘട്ടത്തിൽ 8 യുദ്ധം. ആകെ കൊല്ലപ്പെട്ടത് എത്രയാണ്? 1018 ആളുകൾ. മുസ്ലിമീങ്ങൾ 259, ശത്രുക്കൾ 751. അത്രമാത്രം ആളുകളാണ് ഈ 8 യുദ്ധങ്ങൾ ഉണ്ടായിട്ട് കൊല്ലപ്പെട്ടതെങ്കിൽ ഇന്ന് ലോകത്ത് നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ, നിസ്സാരമായ കാര്യത്തിന് വേണ്ടി കുട്ടികളെ കൊല്ലുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അതൊന്നുമല്ല ഇസ്ലാമിന്റെ യുദ്ധം. ഇസ്ലാമിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരിക്കലും സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പോലും മുത്തുനബി തങ്ങൾ അതാ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്റെ സഹോദരിമാരെ, മഹാനാകുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ 313 പേരുമായി പുറപ്പെടുകയാണ്. 200-ലധികം അൻസാറുകളും ബാക്കി മുഹാജിറുകളും. അൻസാറുകളാവുന്ന സ്വഹാബികൾ ആരാണ്? മദീനയിൽ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ, ഹിജ്റ വന്ന ആളുകളെ സഹായിച്ച ആളുകളാണ് അൻസാറുകൾ. നബിയുടെ സ്വഹാബികൾ 2 വിഭാഗമാണ്, മുഹാജിറുകളും അൻസാറുകളും. മുഹാജിറുകളും അൻസാറുകളുമാണ് നബിയുടെ സ്വഹാബികൾ. ആ മുഹാജിറുകളെ, ഹിജ്റ വന്ന ആളുകളെ അൻസാറുകളാകുന്ന സ്വഹാബികൾ സഹായിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബികൾക്കും യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് ആവശ്യമായ വസ്തുക്കളില്ല, ആവശ്യമായ ഒട്ടകങ്ങളോ കുതിരകളോ ഇല്ല. വെറും 2 20 കുതിര മാത്രം, 20 ഒട്ടകം മാത്രമാണ് അവർക്കുള്ളത്. ആ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇസ്ലാമിന്റെ പതാക വഹിക്കുന്നത് ആരാണ്? 3 മഹാന്മാരാകുന്ന സ്വഹാബികളാണ്. 3 മഹാന്മാരാകുന്ന സ്വഹാബികളാണ് ഇസ്ലാമിന്റെ പതാക വഹിക്കുന്നത്. ബദറുൽ ഹുദായ യാസീനൻ നബി ഖറദായൻ നേരം ബദറുടി മുണ്ടൻ കെട്ടിയിടതിലുണ്ട് അഭിയൽ വർണ്ണമതാൻ പിണ്ടണ്ടും അസ്വദുമാമേ. 3 കൊടിയാണ്, ഒരു വെളുത്ത കൊടിയും 2 കറുത്ത കൊടിയും. ഈ കൊടി ആരാണ് പിന്നെ കൊടി വഹിക്കുന്നത്? സതതകൂടൈ കോൾ പൊങ്കും തിരുകരമാണ്ടാമ തതിരനബി തൻതോട വിശ്രമിടീന്ത അവരത് തൈപിടി ചെയ്താലും വിരലികയാകൈ. ഒന്നാമത്തെ കൊടി വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ കൊടി വഹിക്കുന്നത്. രണ്ടാമത്തെ കൊടി, ആ കൊടി ആരാണ് വഹിക്കുന്നത്? പുലിയറിയാർക്കും അരശരെ ഇടപലവും നിന്താനം ഗരവിലുവേരും അതുകൊണ്ടത് ഒരു ഹൗലിൽ ആരണ്ടും അതിൽ മികുമാതൂണ്ട് അവരിലെ അടവശൂഫുണ്ട് ബഹുമാനപ്പെട്ട കുട്ടി വൈദ്യര് വലിയ പണ്ഡിതനായിരുന്ന മൂപ്പര് രചിച്ച ബദർ യുദ്ധത്തിന്റെ ചരിത്രത്തിന്റെ പാട്ടുകളും പദ്യങ്ങളും ഗദ്യങ്ങളും അടങ്ങിയ ഒരു കൃതിയുണ്ട്. സഹോദരിമാരെ, അതാണ് പറയുന്നത്. ആ ഒരു 3 കൊടി വഹിച്ചത് ആരാണ്? ഒന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സഅദ്
ഈ കൊടി ഉണ്ടാക്കിയത് മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. രണ്ട് കൊടികളിൽ ഉഖാറ എന്ന പേരുള്ള കൊടിയുണ്ട്. ആ കൊടി ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ കറുത്ത നിറത്തിലൊരു രോമത്തിന്റെ പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പിൽ നിന്നാണ് ഈ ഒരു കറുത്ത കൊടി ഉണ്ടാക്കിയത്. അങ്ങനെ മഹാന്മാരാകുന്ന സ്വഹാബികൾ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ എന്റെ സഹോദരിമാരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് വലിയ സ്ഥാനം കൊടുക്കുകയാണ്. അവർക്ക് വലിയതാകുന്ന സ്ഥാനം കൊടുക്കുന്നു. മുത്തുനബി തങ്ങൾ പിന്നെ അവരോട് പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു തആല യുദ്ധത്തിന് വേണ്ടി പോയാൽ, നിങ്ങൾ ഇതിനു വേണ്ടി പങ്കെടുത്തു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിന് പങ്കെടുത്ത കാരണം കൊണ്ട് വലിയ സ്ഥാനം നിങ്ങൾക്ക് അല്ലാഹു നൽകും, വലിയതാകുന്ന സ്ഥാനം നൽകും. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വലിയതാകുന്ന ഓഫർ കൊടുക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലാ യുഖാതിലുഹും അൽയൗമ റജുലുൻ ഫയുഖ്തൽ സ്വാബിറൻ മുഹ്തസിബൻ മുഖബിലൻ ഗൈറ മുദ്ബിരിൻ ഇല്ലാ അദ്ഖലല്ലാഹുൽ ജന്ന. ഈ ഒരു യുദ്ധത്തിന് ശത്രുക്കളെ നേരിടാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയാൽ അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി തങ്ങൾ ഓഫർ കൊടുക്കുമ്പോൾ ആ സമയത്ത് ഇതിന്റെ അത്ഭുതത്തോടെ കേട്ട സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ചാടുന്ന ബഹുമാനപ്പെട്ട ഉമയ്യർ ഇബ്നുൽ ഹുമാം പ്രമുഖ സ്വഹാബിയാണ്. ഉമയ്യർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിൽ പിന്നെ ഈത്തപ്പഴമുണ്ട്. ആ ഈത്തപ്പഴം തിന്നാതെ അദ്ദേഹം യുദ്ധത്തിന്റെ കളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. യുദ്ധത്തിന്റെ കളത്തിലേക്ക് എടുത്തുകൊണ്ട് ചാടുകയാണ്. അദ്ദേഹം ഷഹീദാകുന്നു. ബഹുമാനപ്പെട്ട ഉമയ്യർ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിന് വേണ്ടി തങ്ങൾ സഫായിൽ നിൽക്കുമ്പോൾ, സഫായിൽ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹു, ആ സവാദ് റളിയല്ലാഹു അൻഹു കുറച്ച് മുന്നിലേക്ക് നിൽക്കുകയാണ് തള്ളിയിട്ട്. ആ സമയത്ത് തങ്ങൾ നബിയുടെ ശറഫാക്കപ്പെട്ട വടിയെടുത്തുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറിനൊന്ന് ചെറിയതായിട്ട് കുത്തി. ആ കുത്തിയിട്ട് സവാദ് റളിയല്ലാഹു അൻഹു സഫിന് ശരിയായി നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ മഹാനാകുന്ന സവാദ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നു, നബിയേ ഔജഅതനി യാ റസൂലല്ലാഹ്, നബിയെ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഖിസാസ് എടുക്കണം, പകരം ചെയ്യണം. ആ സമയത്ത് തങ്ങൾ പറയുന്നു, സവാദേ നീ ഖിസാസ് എടുത്തോ. നബിയെ എന്റെ വയറിൽ ഡ്രസ്സില്ലാത്ത സമയത്താണ് എന്നെ കുത്തിയത്, അതുകൊണ്ട് ഡ്രസ്സില്ലാതെ എനിക്ക് കുത്തണം. ഉടനെ തങ്ങൾ നബിയുടെ ശരീരത്തിലുള്ള ഡ്രസ്സ് എന്ന് മാറ്റുമ്പോൾ ആ പുന്നാര മുത്തുനബിയുടെ ഭൂമിയെ കാണുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ആ ശരീരത്തിൽ ചുടുചുംബനം അർപ്പിക്കുകയാണ്. ചുടുചുംബനം അർപ്പിക്കുകയാണ്. നബി ത്വാഹ ഖമീസായി കേറ്റി നബി സവാദോടി കടുത്തോ തീറ്റി അയിനാൽ തിരുപതൻ അയത്ത് നോക്കി അടുത്ത് പൊടി താശ മിടിയോടുക്കി മൈമാൻ മഹാജുവാൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട് പടിക്കാടുത്തേ. കതിമോൻ ശേഖുമ്മൈ കുടിഞ്ഞ് കൂട്ടി മുരുടാനോട് മുഖത്തെ ചേർത്തി. മുത്തനബിയുടെ ആ ഒരു ശരീരം മതിമറന്ന് ചുംബിക്കുകയാണ്,
ചുംബിക്കുകയാണ്. അപ്പൊ നബി തങ്ങൾ ചോദിക്കുന്നു, സവാദേ, എന്തിനാണ് ഇത് ചെയ്തത്? നബിയെ, അറത്തുഹൻ യഖൂല ആഖിറുൽ ഹദി അൻ യറുസ്സ ജിദ്ദീ. നബിയെ, അവരുടെ ശരീരത്തോട് എന്റെ ശരീരം ഒന്ന് ചേർന്നാൽ ആ ചേരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് വലിയ ഖൈറാണല്ലോ. ഉടനെ മുത്തുനിമിതങ്ങൾ അതാ സഭാപതി ദുആ ചെയ്തു കൊടുക്കുകയാണ്. അത്രമാത്രം നബിയെ സ്നേഹിച്ചവരാണ് മഹാന്മാരാകുന്ന സ്വഹാബികൾ. അത്രമാത്രം നബിയെ ആദരിച്ചവരാണ് മഹാന്മാരാകുന്ന സ്വഹാബികൾ. എന്റെ ഉമ്മമാരെ, അങ്ങനെ യുദ്ധം ഇങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നു. പോകുന്ന സമയത്താണ് അത് അവിടെ ഒരുപാട് സംഭവം ഉണ്ടാകും. എന്താണ്? ശത്രുക്കളതാ വെല്ലുവിളിക്കുന്നു. ശത്രുക്കൾ മഹാന്മാരാകുന്ന സഹാബികളെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി തയ്യാറാകാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾക്കറിയുമോ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് എന്തിനും തയ്യാറായ മഹാന്മാരാകുന്ന സ്വഹാബികൾ അവിടെയുണ്ട്. എന്തിനും തയ്യാറായ മഹാന്മാരാകുന്ന സ്വഹാബികൾ സ്വർഗം ലഭിക്കണമെന്ന ഉദ്ദേശം വെച്ചുകൊണ്ട്, സ്വർഗത്തിലെത്തണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് അതാ യുദ്ധകളത്തിലേക്ക് ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു പേടിയും അതാ പിന്നെ കാണിക്കാതെ അതാ യുദ്ധകളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. ആ സമയത്തതാണ് യുദ്ധകളത്തിലേക്ക് എടുത്തു ചാടുന്നത് ആരാണ്? ശത്രുക്കൾ മഹാന്മാരാകുന്ന സ്വഹാബികളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ യുദ്ധത്തിന് തയ്യാറുള്ളവർ വരണം എന്ന് പറയുമ്പോൾ വെല്ലുവിളിക്കുന്ന സമയത്ത് മൂന്നാളുകൾ ആ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്നു. ആരാണവര്? മുഹാജിറന്റെ വാക്ക് കേട്ട് മുന്തി മൂന്ന് സിംഹര മുന്നിലെ ഉബൈദത്തും ബിൻ ഹംസയും വഹൈദറ. ജിഹാബിഹത്ത് രണ്ടു സഫിടക്ക് ചണ്ട് ഹാദിറ. ചുർമതം തരിത്ത് കൊണ്ട് ചോടി അന്ത കാഫിറ. മഹാബിലത്തമുറ്റ അബ്താലികളൈറ. മസലടുത്ത മുൻകടാതലുക്കിയമൈ മുഹാജിറ. ഈ ഒരു ശത്രുക്കൾ വെല്ലുവിളിച്ചപ്പോൾ ആ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുന്നു. ഒന്ന് ആരാണ്? മഹാനാവുന്ന സയ്യിദ്നാ അബൂ ഉബൈദത്തുൽ ജർറാഹ്. അബൂ ഉബൈദത്തുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു അതിലേക്ക് എടുത്തു ചാടുന്നു. രണ്ടാമത്തെ ആളുകാരാണ് ബഹുമാനപ്പെട്ട സയ്യിദ്നാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ്നാ ഹംസത്തുൽ കർറാർ. വബി ഹംസത്തുൽ കർറാർ അമ്മിൽ മുസ്തഫ അസദുൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. യാ റബ്ബി സ്വല്ലി അലാ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഖദീർ. ഉതുബത്തും ശൈബത്തും വലീദും മൂന്നാളുകളാണ് ശത്രുക്കൾ. ഈ ശത്രുക്കൾ വെല്ലുവിളിക്കുമ്പോൾ മഹാനാവുന്ന ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി ശൈബത്തിന്റെ പിന്നെ തോളിൽ വെട്ടുകയാണ്. ശൈബത്തിനെ വളർത്തിയറിയുന്നു. മഹാനാവുന്ന അലിയാൻ തങ്ങളുടെ വലിയമായ യുദ്ധത്തിലേർപ്പെട്ടു. വലിയതിനെ വളർത്തിയൊരുക്കുന്നു. അതേപോലെ തന്നെ മഹാനാവുന്ന പിന്നെ ബഹുമാനപ്പെട്ട പ്രായമുള്ള 70 വയസ്സ് കഴിഞ്ഞ മഹാനാവുന്ന അബൂ ഉബൈദത്തുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു യുദ്ധബന്ധമായിട്ട് മല്ലടിക്കുകയാണ്. പ്രായത്തിന്റെ ആ ഒരു കാര്യം കൊണ്ട്, ആരോഗ്യം കുറഞ്ഞു പോയതുകൊണ്ട് മഹാനാവുന്ന അബൂ ഉബൈദത്തുൽ ജർറാഹ് റളിയല്ലാഹു
അൻഹുവിற்கு യുദ്ധം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും യുദ്ധം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വെട്ടുമ്പോൾ കാൽ വെട്ടിയതാ ഉബൈദ എന്ന് പറയുന്ന ആ ശത്രു ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ശത്രു ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ വെട്ടുമ്പോൾ കാലൊടിഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുന്നു. ആ സമയത്താണ് മഹാനാകുന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മഹാനാകുന്ന സയ്യിദുനാ ഹംദുൽ കർറാർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാലൊടിഞ്ഞ അബൂ ഉബൈദ ആ നബിയുടെ അടുത്തെത്തിയപ്പോൾ കരയുകയാണ്. ചോദിക്കുന്നു, ഉബൈദത്തെ എന്തിനാണ് നീ കരയുന്നത് നബിയെ? എന്റെ കാല് പോയത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, എന്റെ കാല് പോയത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, ഞാൻ കരയുന്നത് എനിക്ക് സ്വർഗം കിട്ടുമോ നബിയെ, എനിക്ക് സ്വർഗം കിട്ടുമോ നബിയെ. അതാണ് സുബ്ഹാനല്ലാഹുള്ള ചിന്ത. പെറ്റക്കലം വിട്ടു പിരിന്തോ ഞാനേ വെളിച്ചോർ ഷഹീദാണോ അനാപന്മാരെ പഞ്ചപരപ്പൂ ചുണ്ടനക്കിയുമ്മീ പോറ്റി ഹുസ്നാലുദ്ധിയ ഗുണയാമ്മീ. മഹാനാകുന്ന ഉബൈദ റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നു, നബിയേ ഞാൻ യുദ്ധക്കളത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നിരിക്കുന്നു, എനിക്ക് സ്വർഗം കിട്ടുമോ? ജന്നൽ ഫദൂലുത്തെ. ആ സമയത്ത് തങ്ങൾ പറയുന്ന മറുപടി, ഉബൈദത്തെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഷഹീദാണ്, നിങ്ങൾ ഷഹീദാണ്. ജന്നൽ ഫദൂലുത്തെ ഷഹീദാകുന്നീ ചെവിത്ത് ഉബൈദത്തോ ഷിർ കൊണ്ടുന്നീ. ഉബൈദത്തെ നിങ്ങൾ ഷഹീദാണ്, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഇതെന്ന് പറഞ്ഞപ്പോ എന്റെ കാൽ പോയാലും എനിക്ക് പ്രയാസമില്ല, എന്റെ കാല് മുറിഞ്ഞാലും എനിക്ക് പ്രയാസമില്ല. ഒരു സന്തോഷത്തോടെ പാടി കാലം പറഞ്ഞാലും എനിക്ക് അല്ലാഹു തആല വലിയ റഹ്മത്ത് നൽകി എന്നെ പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ ഒരു പദ്യം ചൊല്ലിയിട്ട് മഹാനവർ സന്തോഷിച്ചു. സഹോദരിമാരെ, മഹാനാവുന്ന ഉബൈദ റളിയല്ലാഹു അൻഹു പ്രമുഖ സ്വഹാബികൾ, പിന്നെ 10 സ്വഹാബികൾ സുമ്മത്തിദാ അൻ-നബി ബക്കീം വഅൻ ഉമരി വഅൻ അലിയും വഅൻ ഉസ്മാൻ ദിൽ കറമി سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. 10 സ്വഹാബികൾ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞു. ഈ 10 ആളുകളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ അബൂ ഉബൈദ ജറാഹ്. ഈ സ്വഹാബികളൊക്കെ സ്വർഗ്ഗത്തിലാണെന്ന് പറയാൻ കാരണം അവര് നന്നായി ഇസ്ലാമിന് വേണ്ടി അധ്വാനിച്ചു. കൂട്ടത്തിലെ മഹാനാകുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വലിയ പ്രയാസം അനുഭവിച്ച് യുദ്ധത്തിന് വേണ്ടി പോയി പ്രായത്തെ മാനിക്കാതെ, പ്രായത്തിന്റെ ആ ഒരു സമയം വകവെക്കാതെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്ത മഹാന്മാരാണ് സ്വഹാബികൾ. അതുകൊണ്ട് സഹോദരിമാരെ, ആ ബദരീങ്ങളെ ആണ്ട് വരാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ചൊവ്വാഴ്ച ബദരീങ്ങളെ ആണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മുടെ കമ്മിറ്റിക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. അൽഹംദുലില്ലാഹ് അതിലേക്ക് സഹായിച്ച ആളുകളുണ്ട്. അരിയായിട്ടും പൈസയായിട്ടും കൊടുത്ത ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും അല്ലാഹു തആല അവരെ ബർക്കത്ത് കൊണ്ട്, ആ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ ബദരീങ്ങളെ ആളുകളിൽ ആരൊക്കെ സഹായിച്ചോ
പടച്ചവനെ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ പേര് പറയുമ്പോൾ